അരികിൽ. രചന ലക്ഷ്മി. അവതരണം സാലിം കരുളായി. പാർവതിക്ക് ഇപ്പം എത്രയാ മാസം? 6 കഴിഞ്ഞു. വൈകിട്ട് നാത്തൂനായി ഇന്നലെ മോളിക്കുട്ടി. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചൂടാകില്ലായിരുന്നു. സോറി. അയ്യോ, അതൊന്നും പറയണ്ട. പിള്ളേരുണ്ടാക്കുന്ന കുസൃതികളല്ലേ. അതിൽ നമ്മൾ വലിയവർക്ക് ചെയ്യാനുള്ളത് പറഞ്ഞു തിരുത്തുക എന്നുള്ളത് മാത്രം. അതേ അന്ന് നടന്നുള്ളൂ. അപ്പോഴേക്കും വൈകിയും അവിടേക്ക് വന്നിരുന്നു. ഓ, അങ്ങനെ അതും കഴിഞ്ഞു. പോകുന്നതിന് മുമ്പ് ഡിവിഷൻ ചോദിക്കാൻ മറന്നു. ആദ്യം ഡീലാക്കിയത്. അന്നക്കുറിച്ച് എവിടെയാ? ഡി തന്നെ അവളുടെയും. രണ്ടാൾ അങ്ങനെ ഒരിടത്തായി. ഇനി എന്തെല്ലാം നടക്കുന്നു കണ്ടറിയാം. കേദാർ ഏത് ഡിവിഷനാ? ബിയിലായിരുന്നു. ഇന്നിവിടെ വന്ന് ഡിവിഷൻ അറിയാവുന്നത് വരെ വാശിയായി ഇവന്. പിന്നെ വന്ന് അന്നയുടെ ക്ലാസ് കണ്ടുപിടിച്ചു. ഒടുവിൽ അതേ ക്ലാസ്സിൽ ആക്കിയിട്ടൊന്ന് മെസ്സേജ് വന്നപ്പോഴാ ഇവന്റെ മുഖം ഒന്ന് തെളിഞ്ഞത്. ഇവ ഡിയിലാ. അപ്പൊ ഇവര് 3 പേരും ഒരേ ക്ലാസ്സിലോ? അതെ. അതുകൂടി കേട്ടതും വൈകിട്ട് ഉള്ള സമാധാനം കൂടി പോയി. അവൾ തലതിരിച്ച് പിള്ളേരെ നോക്കി. അവിടെ 2 പേര് കിട്ടിയ സമയം കൊണ്ട് ആ ചെറുക്കനെ നോക്കി പേടിപ്പിക്കുകയാണ്. കാര്യമായ എന്തോ ആലോചനയിലാണല്ലോ. പഴയ ക്രഷിനെ കണ്ടപ്പോ കേട്ടുവനെ മറന്നോ നീ? ബാൽക്കണിയിലിരിക്കുന്ന വൈകിയുടെ അടുത്തേക്ക് വന്ന് ഡേവി ചോദിച്ചു. അതെ, ക്രഷ് കെട്ടിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. പഴയത് ലുക്കായിട്ടിന്റെ കാശേട്ടൻ. അന്നേ ഗ്ലാമർ കാരണം പെൺപിള്ളേരെല്ലാം നോക്കി വെച്ച മുതല. ഇപ്പൊ ഇത് അതില് ലുക്ക്. ആ, എനിക്ക് വിധിച്ചിട്ടില്ല. അതല്ലേ കൈവെളിയെ കിട്ടിയിട്ടും അനുഭവിക്കാൻ യോഗമില്ലാത്തത്. ഇത്രയും നല്ലൊരു കെട്ടിയനുള്ളപ്പോ നിനക്കിത് എങ്ങനെ പറയാൻ തോന്നുന്നു പെണ്ണെ? ഇതെന്റെ അഭിമാനത്തിനേറ്റ ക്ഷതാണ്. അതുകൊണ്ട് ഞാൻ പ്രതികാരം വീട്ടിയിരിക്കും. എങ്ങനെ? അവള് കണ്ണു ചുരുക്കി അവനെ നോക്കി. ആ, FBയിലും ഇൻസ്റ്റയിലുമായി എന്തോരം റിക്വസ്റ്റുകളാ വന്ന് കിടക്കുന്നെന്നോ. അത് മുക്കാലും പെൺപിള്ളേര്. ഞാനൊരു സൈഡിൽ നിന്നെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പോവാ. നമുക്കും ഗ്ലാമർ ഉണ്ടെന്ന് ആരെങ്കിലും പറയുമെന്ന് നോക്കണല്ലോ. കൊല്ലും ഞാൻ. ഇടിക്കും പോലെ കൈ ചുരുട്ടി മുഖത്തേക്ക് കൊണ്ടുപോകുന്നവളെ അവൻ നെഞ്ചിലേക്ക് പിടിച്ചിട്ടു. ദേഷ്യം വന്നോ ടീച്ചറെ? ഈ മൂക്കെല്ലാം ചുവന്നല്ലോ. കടിച്ചെടുക്കട്ടെ. കൊഞ്ചല്ലേ, ആൾക്കാരെ പേടിപ്പിക്കുന്ന ഇടിയൻ പോലീസാ. എന്നിട്ടാ കിന്നരിക്കാൻ വരുന്നത്. എന്നടി എനിക്ക് കിന്നരിക്കാൻ പാടില്ലേ? കിന്നരിക്കും. ദേ ഇതുപോലെ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. വേണേ ദേ ഇങ്ങനെ ഉമ്മയും വെക്കും. നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. കേസ് തീർപ്പാക്കാൻ ഞാൻ തന്നെ നേരിട്ട് വന്നേക്കാം. മോനെ ഇച്ചായ, കാശേട്ടനെ കണ്ടപ്പോ ഈ മോന്ത പോയ പോക്ക് ഞാൻ കണ്ടതാ. അതിന്റെ കൂടെ കേദാറിന്റെ അമ്മയല്ലേ എന്നുള്ള ചോദ്യം. ഞാൻ കരുതി അവരെ രണ്ടിനെയും വല്ലതും ചെയ്യൂന്ന്. പാറ വന്നത് നന്നായി. ഇല്ലേ ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നേനെ. എന്നോടുണ്ടല്ലോ പണ്ടൊരാള്. ഒരാളെന്ന് വെച്ചാ ഒരു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ. അയാളുടെ ലവ് സ്റ്റോറി പറഞ്ഞു. സത്യം പറഞ്ഞ ഒരു തേപ്പ് കഥ. അതിന്റെ അവസാനം ഞാനൊരു കാര്യം ചോദിച്ചു. എന്നേലും അയാൾ തിരിച്ചു വന്നാ പാത്രാതെ നിൽക്കുവോ എന്ന്. അന്ന് വലിയ വീരവാദക്കം നടത്തി. ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് അവൻ പറയുന്നത് മനസ്സിലായതും വൈകി അവന്റെ തോളിലായി നല്ല ഇടി കൊടുത്തു. ആ, ഇടിക്കാതെ പെണ്ണെ, സത്യല്ലേ പറഞ്ഞത്? അന്ന് എന്തെല്ലാം ഡയലോഗായിരുന്നു. ഇന്ന് അവനെ കണ്ടപ്പോ വായും തുറന്ന് നിൽക്കുന്നത് കാണണമായിരുന്നു. അപ്പത്തന്നെ തലക്കിട്ടൊന്നും തരാനാ എനിക്ക് തോന്നിയത്. അത് പിന്നെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോ ഞാനൊന്ന് ഞെട്ടി. അതെന്താ വായും തുറന്നില്ല. ഹോവ, ഞാനല്ലേ കണ്ടത്. ഈ ചായ കൂടുന്നുണ്ടേ. എങ്ങനെയാണ് ഞാൻ മിണ്ടാൻ പാടില്ല. നോക്കിക്കോ. അയ്യോ, അങ്ങനെ കടുങ്ങാട്ടി തീരുമാനം എടുക്കാതെ ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു പോരെ. വൈകി ചിരിയോടെ അവന്റെ തോളിൽ തലചായ്ച്ചു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. അവര് 2 പേരും ഒന്നിച്ചല്ലോ. ശരിക്കും അവരാണ് ചേരേണ്ടത്. അപ്പൊ ഈ ടീച്ചർക്കോ? ഈ നസ്രാണി തന്നെ. ഇതിനേക്കാൾ നല്ലത് എനിക്ക് കിട്ടാനില്ല. അത്രയ്ക്കും ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റാണ് ടീച്ചായൻ. അവള് പറയുന്നത് കേട്ടതും ഒരു ചിരിയോടെ അവൻ അവളെ മടിയിലേക്ക് കയറ്റിയിരുത്തി. അപ്പോഴേക്കും ആ മുഖം മുഴുവൻ അവൾ ചുണ്ടുകൾ ചേർത്തു. പെണ്ണെ, എന്തോ നീ എൻ്റെ വൈനടിച്ച് മാറ്റിയല്ലേ? കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ അവൾ നാക്ക് കടിച്ചു. എന്നിട്ട് അതുപോലെ തന്നെ അവനെ നെഞ്ചിലായി മുഖം ഒളിപ്പിച്ചു. ഒളിക്കാതെ ആ മുഖം ഞാൻ കാണട്ടെ. ഈ വട്ട് സ്വഭാവം കണ്ടപ്പോഴേ ഡൗട്ട് അടിച്ചതാ. പിന്നെ ഇപ്പൊ സ്നേഹപ്രകടനം കൂടിയപ്പോൾ ഉറപ്പിച്ചു. മുഴുവൻ തീർത്തോ? പകുതിയെ ഞാൻ കുടിച്ചോളൂ. ബാക്കിയോ അമ്മച്ചി കുടിച്ചു. ഈ ചായൻ്റെ കയ്യിൽ നല്ല കുപ്പിയുണ്ടെന്ന് അമ്മച്ചിയെ പറഞ്ഞു തന്നത്. ഏറ്റവും മുകളിലുള്ള പച്ചക്കുപ്പി എടുക്കാനും പറഞ്ഞു. ഞാൻ പകുതി കുടിച്ചിട്ട് ബാക്കി അമ്മച്ചിക്ക് കൊടുത്തു. മിടുക്കി. എൻ്റെ അമ്മച്ചിയെ കൊണ്ട് പറയുമല്ല. അപ്പം കെട്ടിക്കൊണ്ട് വന്ന കാലം തൊട്ടേ അമ്മച്ചി ഇത് കഴിച്ചപ്പോൾ പതിവാ. എന്നാൽ എൻ്റെ പെണ്ണെ, കെട്ടുന്ന പെണ്ണ് കുറഞ്ഞത് വൈനെങ്കിലും കുടിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതെന്നതായാലും സാധിച്ചു. സന്തോഷം. ഞാൻ പക്ഷെ ഒത്തിരി ഒന്നും കഴിച്ചില്ല. കുറച്ചേ ഉള്ളൂ. അത് മതിയല്ലോ. പക്ഷെ അത് മാത്രല്ല, കാര്യം എന്തുകൂടി എന്നോട് പറയാനുണ്ടല്ലോ. പറഞ്ഞാട്ടെ. അതിച്ചാ കേദാറിന്
അവൻ അന്നക്കോച്ചിനോട് കണ്ണില്ലേ എന്നൊരു ഡൗട്ടല്ല, ഉറപ്പാ. അച്ഛൻ്റെ മോനല്ലേ, ഇതൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അന്നത്തെ വൈകിയും പാറുമല്ല, ഇന്നത്തെ അന്നക്കൊച്ചു മാതിയും. എൻ്റെ പിള്ളേർ അവൻ്റെ പപ്പും കൂടി പറിക്കും. അഭിച്ചായം പറയുന്നത് അവൻ ആദ്യമോളെ കെട്ടിക്കോട്ടെ എന്നാണോ? അതെപ്പോഴാണ് ഞാൻ പറഞ്ഞത്? വൈകിയും പാറുവും കാശിയും അവരാണ് കേദാർ അന്നക്കൊച്ചും ആദ്യം എന്ന് കരുതുക. കാശ് ആദ്യം സ്നേഹിച്ചത് എന്നെയല്ലേ, പക്ഷെ കല്യാണം കഴിച്ചത് പാറുവിനെ. അതേപോലെ കേദാറിന് അന്നക്കൊച്ചിനോട് ഇഷ്ടമുണ്ടെന്ന് വെക്ക്. അപ്പം ആദ്യം ആവില്ലേ അവൻ കല്യാണം കഴിക്കുന്നത്? എൻ്റെ കൊച്ചി ഇത്തിരി കുടിച്ചിട്ടുള്ളെങ്കിലും നന്നായി തലക്ക് പിടിച്ചിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. പിള്ളേരല്ലേടി, അവൾ വളരട്ടെ എന്നിട്ടല്ലേ കേട്ടേക്കെ. പക്ഷേ എനിക്കുറപ്പാ ആദ്യം എന്നാലും അവൻ കേട്ടില്ല. അതെന്ത് ഇത്ര ഉറപ്പ്? അന്നക്കൊച്ചിൻ്റെ ചെറുക്കൻ വേറെ ആയതുകൊണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏത് ചെറുക്കൻ? ആദിയോട് ഉമ്മ ചോദിച്ച വിദ്വാൻ ഓർമ്മയുണ്ടോ? ആ എരിക്കല്ലേ? അതെ, എരിക് മാനുവൽ. ആദ്യം അവിടുത്തെ സ്കൂളിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൽ ഒരാളാണ് ഈ മാനുവൽ. നമ്മൾ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞ് ഒരിക്കൽ എന്നെ അയാൾ വിളിച്ചിരുന്നു. ആദ്യം ടീച്ചർ തന്ന സ്കൂളിനെ പറ്റിയ മിസ്റ്റേക്ക് ആണെന്നും മോൾ അവിടെ തന്നെ ചേർക്കണമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ നാട്ടിലാണെന്നും ഇനി അവിടേക്കില്ലെന്നും പറഞ്ഞ് ഞാൻ എന്നാ കോള് വെച്ചു. പക്ഷെ ഇന്നെന്തുണ്ടായി? അയാൾ വിളിച്ചു ചോദിച്ചായനെ. എന്നെ വിളിച്ചില്ല. പക്ഷേ ഇന്ന് നമ്മൾ ചേരാൻ പോയില്ലേ ആ സ്കൂളിൽ, അതേ ഡിവിഷനിൽ അന്നക്കും മാതിക്കും കേദാറിനും ഇടയിൽ ഞാൻ ആ പേര് കണ്ടു, എറിക് മാനുവൽ. വൈക കണ്ണും പിടിച്ചവനെ നോക്കി. പിള്ളേരൊക്കെ വല്ലാതെ പുരോഗമിച്ചു പെണ്ണേ, ബാക്കി കണ്ടറിയാം. അതിന് അതേ എരിക്ക ഇതെന്ന് എങ്ങനെയാ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്? ഒരേ പേരിൽ എത്ര പിള്ളേർ കാണും? അത് ശരിയാ. പക്ഷേ ഫാദറിൻ്റെ പേരും അഡ്രസ് എല്ലാം അത് തന്നെയാവില്ലല്ലോ. ഞാൻ നോക്കി, അതാ പയ്യൻ തന്നെയാ. UKG പഠിക്കുന്ന പിള്ളേരല്ലേ അവര്? കാലം മാറുമല്ലേ, പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നടക്കാൻ പോകുന്നത് കണ്ടറിയാം. വൈക അവൻ്റെ മൂക്കിൽ പിടിച്ച് വലിച്ചതും അവൻ അവളുമായി എഴുന്നേറ്റു. ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, നമുക്ക് റൂമിലോട്ട് പോകാം, ബാക്കി അവിടെ. അതും പറഞ്ഞവർ മുറിയിലേക്ക് പോയി. ഇക്ക, ഇതുകൂടി അവിടേക്കൊന്ന് വെക്കാമോ? ജീവന്റെ മുറിയുടെ വാതിലേക്ക് നിൽക്കുന്ന റോസിലിനെ കണ്ട് മനാഫ അവിടേക്ക് വന്നു. ജീവൻ നല്ല മയക്കത്തിലാണ്. നിന്നെ ഞാനൊന്ന് കാണണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. ഇവിടെ വന്നാൽ എന്ത് കാര്യം നിന്നെ വിളിച്ചാൽ മതിയല്ലോ എന്നാ ഉമ്മയും മാലിക്കെല്ലാം പറഞ്ഞത്. എന്നാൽ നടക്കുന്നത് എന്തുവാ? ഒന്ന് കാണാൻ പോലും കിട്ടാറില്ല നിന്നെ. ഇക്ക, ഞാൻ അത് വേണ്ട, കാരണം എനിക്ക് കേൾക്കണ്ട. അല്ല, ഇതെന്താ ബുക്കോ? ഇത് KR മീരയുടെ ആരാച്ചാരാണ്. ഒരിക്കൽ സാറിനോട് ഈ ബുക്ക് ചോദിച്ചിരുന്നു. ഇപ്പോഴാ ഓർമ്മ വന്നത്. സാറ് എണീക്കുമ്പോൾ ഇക്ക് കൊടുത്താൽ മതി. ആ മാലികന്ന് വരുന്നുണ്ട്, ഉച്ച കഴിയുമ്പോൾ എത്തും. എന്നാൽ ഞാൻ ചെല്ലട്ടെ, അമ്മച്ചി തിരക്കും. അവനെ ആ ബുക്ക് ഏൽപ്പിച്ചിട്ട് അവൾ മുറിയിലേക്ക് നടന്നു. ഈ പെണ്ണിന് എന്താ പറ്റിയത്? ഇനിയിപ്പോൾ മാലിക വന്നാലേ കാര്യം അറിയാൻ പറ്റൂ. മനാഫ് മനസ്സിലോർത്തു. നീ എന്താണ് ഇവിടേക്ക് വരാൻ പറഞ്ഞത്? ജോയി ചോദിച്ചു. ജീവന്റെ മുറിയിലായി നിൽക്കുകയാണ് എല്ലാവരും. ഞാൻ പറയാൻ പോകുന്ന കാര്യം ജീവനുൾപ്പെടെ എല്ലാവരും അറിയേണ്ടതാണ്. റോസ്ലിൻ, നിന്റെ വിവാഹം സാമൂഹ്യമായി കുരിശങ്കാരം ഉറപ്പിച്ചു. എൻ്റെ സമ്മതമില്ലാതെയോ? അത് നടക്കില്ല. ഷെടാ, പെണ്ണിൻ്റെ ഇഷ്ടമില്ലാതെയാണോ കല്യാണം നടത്തുന്നത്? നിനക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ലേടാ. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇവിടെ ഇപ്പോൾ തീരുമാനമെടുക്കേണ്ടത് റോസ്ലിനാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയാം. റോസിലിൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ലീഗലി ആണെങ്കിലും അവൾക്ക് തന്നെ തിരികെ കൊടുക്കണമെന്ന് എനിക്കുണ്ടായെന്നുള്ളൂ. പക്ഷേ ആ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒന്നുണ്ട്. റോസിലിന് ആ സ്വത്ത് കിട്ടണമെങ്കിൽ അവൾ വിവാഹിതയായിരിക്കണം. വാട്ട്? അവൾ തലതിരിച്ച് ജീവനെ നോക്കി. അവൾ നോക്കുന്നതെന്ന് കണ്ടപ്പോഴേ അവൻ മുഖം തിരിച്ചു. ഇനിയിപ്പോൾ ഇവളുടെ കല്യാണം നടത്തണമെന്നാണോ? മോളിക്കുട്ടി ചോദിച്ചു. അല്ലാതെ ലീഗലി പോയാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതിന് പേടിപിടിന്ന് കെട്ടി നടക്കാൻ ഒക്കുവോ? എല്ലാത്തിനും സമയമൊക്കെ വേണ്ടേ? നീ എന്നാ കൊച്ചൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? അമ്മച്ചി, അത് വിവാഹം, അത് നിന്റെ മനസ്സിൽ പോലും വരാത്ത കാര്യങ്ങളാ. എന്നെ കൊണ്ടാകില്ല. ഇതല്ലാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല. തന്നെ കാണുന്നില്ല എന്നും പറഞ്ഞ് കുര്യൻ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്. അതേത് നിമിഷവും അവർ മറ്റൊരു തരത്തിലേക്ക് വലിച്ചിടുന്നു വരാം. അവൾ മനസ്സിലാവാതെ അവനെ നോക്കി. ഇപ്പോഴുള്ള മിസ്സിംഗ് കേസ് അവർ വിചാരിച്ചാൽ ഏത് നിമിഷം വേണമെങ്കിലും കിഡ്നാപ്പാക്കി മാറ്റാം. എങ്കിൽ പിന്നെ ഇവൾ പ്രേമിക്കുന്നവൻ്റെ കൂടെ ഇറങ്ങി വന്നാണ് പറഞ്ഞാൽ പോരെ? അപ്പം ഞാനാണോ ഇവളുടെ കാമുകൻ? എടി പൊട്ടി, ഇവിടെയുള്ളവരിൽ ആരുടെ കൂടിയാ ഇവള് വന്നതെന്ന് പോലീസ് ചോദിച്ചാൽ എന്തോ പറയും? ഓ, അത് ഞാൻ ഓർത്തില്ല. എങ്കിൽ പിന്നെ കല്യാണം നടത്താം. വേണ്ട, എനിക്ക് കല്യാണമൊന്നും വേണ്ട. അത് നീയാണോ പറയുന്നത്? നിന്റെ സഹോദരങ്ങൾ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഇത്തിരി ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്.
എന്നെ അത്രയ്ക്ക് കെട്ടിക്ക ധൃതിയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവനുമായി കെട്ടിക്ക്. നിനക്ക് ഇഷ്ടോ? ആരെ? എനിക്കിഷ്ടം ജീവൻ സാറിനെയാണ്. ഞാൻ സുമംഗലി ആകുന്നുണ്ടെങ്കിൽ അത് ഈ കൈകൊണ്ടായിരിക്കും. അവൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് കളയുമെന്ന് ആരും കരുതിയില്ല. ജീവന് ദേഷ്യവും വിഷവും എല്ലാം കൂടി കലർന്നൊരു നിമിഷമായിരുന്നത്. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നിനക്കറിയാവുന്നതല്ലേ എല്ലാം? അതെ, എല്ലാം അറിയാം, എല്ലാം. എനിക്ക് ഇഷ്ട സാറിനെ എന്ന് നീ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഈ ജീവൻ അന്നും ഇന്നും ഒരു പെണ്ണേ ഉള്ളൂ. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച, അതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ച എൻ്റെ ആമി, അവളുടെ സ്ഥാനത്തേക്ക് എത്താമെന്ന് വല്ല വിചാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വെറും പാഴ്സ്വപ്നം മാത്ര. എന്ന് മുതലാ നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത കടന്നുകൂടിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയുമോ, എൻ്റെ ആമിയല്ലാതെ മറ്റൊരു പെണ്ണും ഈ ജീവന്റെ ലൈഫിൽ ഉണ്ടാകില്ല. ആമിയോടുള്ള അവൻ്റെ സ്നേഹം കേൾക്കും തോറും റോസിലിന് താൻ കോമാളിയായ നിമിഷങ്ങളാണ് ഓർമ്മയിലേക്ക് വന്നത്. അതിൻ്റെ ഫലമായി അവളുടെ ദേഷ്യവും വല്ലാതെ കൂടിയിരുന്നു. എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? എൻ്റെ ആമി എന്ന് പോലും ഒന്നും അറിയില്ല, അറിയിച്ചിട്ടില്ല ഞാൻ. അതാ സത്യം. അതുകൊണ്ട് മാത്രം ഈ ആമി പുരാണം ഇപ്പോഴും പറയുന്നത്. നിർത്ത്. ആമി പുരാണം? എൻ്റെ ആമിയെ പറയാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? ഈ അധികാരവും അവകാശവും എല്ലാം ഉണ്ടെന്ന് വിചാരിച്ച് നടന്നൊരു കാലുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അതെല്ലാം മറ്റുള്ളവരുടെ വെറും നേരം കൊല്ലി തമാശകൾ മാത്രമാണെന്ന് അറിയാൻ ഒരുപാട് വൈകിപ്പോയി. അപ്പോഴേക്കും മനസ്സ് കൈവിട്ടിരുന്നു. ഇപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പോലും കാരണം ആ തമാശയാണ്. റോസ്! വാതിലിൽ നിന്നും മാലിക്കിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് അവൾക്ക് താൻ പറഞ്ഞുകൊണ്ടിരുന്നതിനെ പറ്റി ബോധം വന്നത്. താൻ പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ജീവന്റെ മുഖത്ത് വിരിയുന്ന സംശയങ്ങൾ കണ്ടവൾ മാലിക്കിനെ പോലും നോക്കാതെ വേഗം പുറത്തേക്ക് നടന്നു. എന്താ സംഭവിച്ചത്? റോസിന് എന്താ പറ്റിയത്? ഡേവി അവർ സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യം അവനോടായി പറഞ്ഞു. നിനക്കറിയാമായിരുന്നു അവളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന്? എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതും കേട്ട് നിന്നോ നീ? എനിക്കിനി ഒരു കുടുംബജീവിതം ഇല്ല. കാരണം ജീവൻ ഒരേ ഒരു പെണ്ണേ ഉള്ളൂ, അവൾ ഇന്നില്ല. സാർ, നമ്മൾ കണ്ടതും കേട്ടതും മാത്രമാണ് സത്യം എന്ന് കരുതരുത്. ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് ആദ്യം അവൾ പറഞ്ഞത് എന്നോടാണ്. അന്ന് ഒരുപാട് അതിനെ എതിർത്തതും ഇതേ ഞാൻ തന്നെയാണ്. പക്ഷേ എന്നും എനിക്കതിന് കഴിഞ്ഞെന്ന് വരില്ല. മാലിക്, ഒരു മിനിറ്റ്. മാലിക്കിനോട് സംസാരം നിർത്താൻ പറഞ്ഞ് രവി എല്ലാവരോടും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. നിങ്ങൾ സംസാരിക്കുക, ജോയി പറഞ്ഞു. അവർ പോയതും മാലിക്ക് ചെന്ന് വാതിലടച്ചു. സാർ, ഞാൻ പറയുന്നത് കേൾക്കാമോ? എന്താ ഞാൻ കേൾക്കേണ്ടത്? പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരാളായിപ്പോയി ഞാൻ. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എവിടേക്കെങ്കിലും പോകുമായിരുന്നു ഞാൻ. എന്തിനാ അങ്ങനെ ഓടുന്നത്? അമല മിസ്സിനെ സാർ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, എനിക്കത് അറിയാം. പക്ഷേ അതിലും കൂടുതൽ റോസിന് സാറിനെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയും? നിങ്ങളെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താ? മനുഷ്യന്റെ മനസ്സെന്ന് വെച്ചാൽ പല പ്രോഗ്രാം ചെയ്ത കമ്പ്യൂട്ടറാണെന്നോ? കോഡ് മാറ്റിയ ഔട്ട്പുട്ട് മാറും പോലെ മനുഷ്യനും മാറുന്നോ? എങ്കിൽ കേട്ടോ, എനിക്ക് എന്നും അമലയുണ്ട്. ഇപ്പോഴും അവളുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യും. ഇനിയും ഇതും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് കൂട്ടുകാരോടൊന്ന് പറഞ്ഞേക്ക്. സാറെന്തിനാ അവളോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇഷ്ടപ്പെട്ടു പോയത് വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ സാറിനേക്കാൾ ശരി അവിടെയാ. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടല്ല, സാർ അറിയേണ്ടത്. അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. എന്ത് ശരി? ചോദിച്ചത് കേട്ടില്ലേ? അവളുടെ ഭാഗത്ത് എന്ത് ശരിയാന്ന് നിനക്ക് തോന്നിയത്? ആ പാവം ഇപ്പോൾ തന്നെ ഒരുപാട് അനുഭവിച്ചു. ജനിച്ചപ്പോൾ തൊട്ട് ബന്ധുക്കൾ എന്ന് പറഞ്ഞ് കൂടെ കൂടിയ കുറേ എണ്ണം ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. അതിനിടയിൽ നല്ലൊരു കൂട്ടുകാരിയായി ഒരുത്തിയെ കണ്ടു. അവർ പറയുന്നതെല്ലാം അതുപോലെ ചെയ്തു. ഒടുവിൽ ജീവിതത്തിൽ മറക്കാത്തൊരു പണിയും കൊടുത്തവര് അവളുടെ ജീവിതം നോക്കി പോയി. ഇതെല്ലാം എന്നോട് പറയുന്ന എന്തിനാ? നിനക്ക് പറ്റുമെങ്കിൽ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്ക്. നല്ല പ്രായം ഞാൻ കാരണം കളയേണ്ടി വരരുത്. സാറിനോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. അതേപോലെ അവളുടെ അവസ്ഥയോർത്ത് വിഷമവും. നിങ്ങളുടെ എല്ലാം മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. സാർ, അത് വേണ്ട മാലിക്. ഇനിയും നമ്മൾ ഈ സംസാരം തുടർന്നാൽ അത് രണ്ടുപേർക്കും വിഷമമുണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്താം. പിന്നീട് ഒന്നും പറയാതെ അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ട് ഒരു വാക്കുപോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതുവരെ. റോസിലിന്റെ ജീവിതത്തിൽ നടന്ന് മാലിക് എല്ലാവരോടായി പറഞ്ഞു. അത് കേട്ടപ്പോൾ മനാഫിന്റെ ആദ്യ പ്രതികരണം ഇതായിരുന്നു: ആരോടൊന്നും പറയരുതെന്ന് ഞാൻ അവനോട് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ജീവനോട് സംസാരിക്കാന്ന് വെച്ചാൽ അതിൽ എനിക്കിപ്പോൾ തീരെ പ്രതീക്ഷയില്ല. എനിക്ക് വേണ്ടി ഇനി ആരും സാറിനോട് സംസാരിക്കരുത്. അപ്പോഴത്തെ വിഷമത്തിലും ദേഷ്യത്തിലും ഞാൻ പലതും പറഞ്ഞു പോയി. അപ്പോഴും എനിക്ക് ഉറപ്പാ ആ മനസ്സ് നിറയെ മിസ്സേ ഉള്ളൂ. ചിലപ്പോൾ ഇനി എന്നും. കോച്ചി ഇത് എന്നതാ പറഞ്ഞു വരുന്നത്? ഇപ്പം തന്നെ ഒരുപാട് വേദനിക്കുന്നുണ്ട് ആ പാവം. അതിനിടയിൽ ഞാൻ കൂടി പ്രേമാണെന്ന് പറഞ്ഞ് ചെന്ന
എന്തായിരിക്കും അവസ്ഥ? ശരിയാ, ഒരു സമയത്ത് വല്ലാതെ സ്നേഹിച്ചിരുന്നു. എന്നാ എൻ്റേതല്ലെന്ന് മനസ്സിലായ നേരം എല്ലാം അവസാനിപ്പിച്ചതാ. അല്ല, അതിന് ശ്രമിച്ചതാ. അപ്പോഴാണ് ഡേവിഡ് എൻ്റെ ലൈഫിലേക്ക് വന്നത്. സ്വത്തിനു വേണ്ടിയാണെങ്കിൽ പോലും വീട്ടിലെ നിർബന്ധത്തിന് വഴങ്ങി എപ്പോഴും ഒരു ഇഷ്ടം എനിക്കും തോന്നിയിരുന്നു. വൈകയുടെ മുഖത്ത് വിരിഞ്ഞ ഭാവം മനസ്സിലായതും റോസ്ലിൻ ചിരിയോടെ അവളുടെ കൈ പിടിച്ചു. പേടിക്കണ്ട, അത് വെറും ഒരു അട്രാക്ഷൻ മാത്രമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്. അതിനേക്കാൾ ഉപരി എൻ്റെ ബ്രദറല്ലേ. ഡെന്നി കാരണം എനിക്ക് കിട്ടിയതാണ് നിങ്ങളെ എല്ലാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ സംസാരിക്കാൻ പോലും ഇന്ന് എനിക്ക് ധൈര്യം ഉണ്ടാക്കുമായിരുന്നില്ല. നീ പറഞ്ഞതെല്ലാം ശരിയാ. എന്നാ ഇനിയും ഇതുപോലെ തുടരാൻ നമ്മുടെ കയ്യിൽ സമയമില്ല. നിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടീസ് ഏത് നിമിഷവും അവർ സ്വന്താക്കും. അതിനു മുമ്പ് നമുക്കത് തടഞ്ഞേ പറ്റൂ. അതിനൊരു വിവാഹം അത് ഉടനെ നടക്കണം.